ഹലോ ഓൾ, ഇന്ന് നമ്മൾ നിങ്ങളുടെ 4th ചാപ്റ്റർ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കാർബണിന് ഒരുപാട് ഫോമുകളുണ്ട്. ഓക്കെ, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, കോൾ, ഇതൊക്കെ കാർബണിൻ്റെ ചില ഫോംസ് ആണ്. കാർബണിൻ്റെ ഫോംസിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ 2 ഡിഫറെൻറ്റ് ഓപ്പോസിറ്റ് എക്സ്ട്രീമിലുള്ള ക്യാരക്ടറിസ്റ്റിക് അവർ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഡയമണ്ടിൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ ഡയമണ്ട് എന്ന് പറയുന്നത് നല്ല ഹാർഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ബട്ട് ഗ്രഫൈറ്റ് എന്ന് പറയുന്നതോ നല്ല ബ്രിറ്റിൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് അല്ലേ, ബട്ട് ബോത്ത് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ. ഓക്കെ, ഇനി ഡയമണ്ടിൻ്റെ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, or we can say it's an insulator. But graphite in the case എടുത്തുകയാണെങ്കിൽ graphite is a good conductor of electricity. നമ്മൾ ബാറ്ററീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കോമ്പണൻ്റ് ആണ് ഈ ഗ്രഫൈറ്റ് എന്ന് പറയുന്നത്. സോ ഇതും രണ്ട് എക്സ്ട്രീംസിൽ നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഇതുപോലെ കാർബണിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സും വേരിയിങ് ക്യാരക്ടറിസ്റ്റിക് കാണിക്കുന്ന ടൈപ്പ് കോമ്പൗണ്ട്സും ഈ കാർബണിന് ഉണ്ട്. ഓൾ ലിവിങ് സ്ട്രക്ചേഴ്സ് ആർ കാർബൺ ബേസ്ഡ്. ഓക്കെ, നമ്മുടെ കാർബണിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർബൺ ഇൻക്ലൂഡ് ആയിട്ടുള്ള കോമ്പണൻസ് ആണ് ഈ ലിവിങ് സ്ട്രക്ചറും. മോസ്റ്റ് ഓഫ് ദി നോൺ ലിവിങ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഓൾ ആർ മെയ്ഡ് അപ്പ് ഓഫ് ദിസ് കാർബൺ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലിവിങ് സ്ട്രക്ചറിൻ്റെ ഹൈഡ്രോ കാർബൺസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുഡ്, നമ്മുടെ ക്ലോത്ത്സ്, മെഡിസിൻസ്, ഇതുപോലെയുള്ള ഇതിലൊക്കെ കാർബണിൻ്റെ പ്രസൻസ് ഉണ്ട്. പ്രസൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ കാർബൺ എന്ന് പറയുന്നത് ഇത്ര അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് അല്ല. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ മിനറൽസിൻ്റെ ഒക്കെ കേസ് എടുത്ത് നോക്കിയാൽ 0.02% കാർബൺ ആണ് നമ്മുടെ മിനറൽസിൽ, ടോട്ടൽ മിനറൽസിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓൺലി 0.02% കാർബൺ ആണ്. അതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫോംസിലാണ്. കാർബണേറ്റ്സ് ആയിട്ടും, മീൻസ് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ടും, അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റ്സ് ആയിട്ടും, അല്ലെങ്കിൽ കോൾ, കാർബണിൻ്റെ ഫോമാണ്, ഒരു ഡെറിവേറ്റീവ് ആണ് ഈ കോൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ പെട്രോളിയം എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രജനും കാർബണും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ പെട്രോളിയം പ്രോഡക്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കാർബണേറ്റ്സ്, ഹൈഡ്രജൻ കാർബണേറ്റ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് മിനറൽസിലൊക്കെ നമ്മുടെ ഈ കാർബൺ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മിനറൽസിൻ്റെ മേജർ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് കാർബൺ ആണ്. എന്നാൽ കൂടി 0.02% കാർബൺ ആണ് നമ്മുടെ മിനറൽസിൻ്റെ ടോട്ടലിൽ കാർബണിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് വരുന്നത്. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ 0.03% ആണ് കാർബൺ ഉള്ളത് ഇൻ ദ ഫോം ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അയോണിക് ബോണ്ടിനെ കുറിച്ച് പഠിച്ചു, അയോൺസിനെ പറ്റി പഠിച്ചു അല്ലേ. അയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. മെറ്റൽസിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാകും, നോൺ മെറ്റൽസിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാകും. ഈ പോസിറ്റീവും നെഗറ്റീവും ചാർജ് തമ്മിലുള്ള എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഈ സമയത്ത് അവർ തമ്മിലുള്ള ബോണ്ടിനെയാണ് നമ്മൾ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. ഇതുപോലെ ഗിവിങ് അല്ലെങ്കിൽ ഗെയിനിങ് അല്ലെങ്കിൽ ലൂസിങ് ഓഫ് ഇലക്ട്രോൺസ് അല്ലാതെ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, they would neither give their electrons nor they will accept any electrons. They will share their electrons in their valence shell. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ഷെയറിങ്ങിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ കേസ് നോക്കിക്കാണെങ്കിൽ നമുക്കറിയാം അവരുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. എന്ന് വെച്ചാൽ അതിന് ഒരൊറ്റ ഷെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ, K ഷെൽ മാത്രമേ ഉള്ളൂ. ആ K ഷെല്ലിൽ 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫസ്റ്റ് ഷെൽ അല്ലെങ്കിൽ K ഷെൽ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് 8 ഇലക്ട്രോണിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഫസ്റ്റ് ഷെൽ സ്റ്റേബിൾ ആവണമെങ്കിൽ 2 ഇലക്ട്രോൺസിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. സോ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 എന്ന് വെച്ചാൽ എന്താ? അവരുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 1 ആണ്. സോ 1 മോർ ഇലക്ട്രോൺ കൂടി കിട്ടുകയാണെങ്കിൽ ഈ ഹൈഡ്രജൻ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് കഴിയും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഹൈഡ്രജൻ 1 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യലാണ്. 1 ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ടാണെങ്കിൽ അവർക്ക് പിന്നെ ഇലക്ട്രോൺസ് ഒന്നുമില്ല. ഇനി 1 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യൽ. ഇപ്പോൾ ഈ 1 ഇലക്ട്രോണിനെ അവർക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി വേണം അല്ലേ ഈ ഹൈഡ്രജന്. അപ്പോൾ ഈ 1 മോർ ഇലക്ട്രോണിനെ അവർ ഗെയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ 1 ഉള്ളത് 2 ആവുന്ന സമയത്ത് ഈ ആദ്യമേ ഉള്ള എനർജിയുടെ ഡബിൾ എമൗണ്ട് ഓഫ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഈ 2 ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്യാൻ കഴിയുള്ളൂ. എന്ന് വെച്ചിട്ടാണെങ്കിൽ 1 ഇലക്ട്രോൺ 2 ആവുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് ഡബിളിംഗ് ആയി മാറി, ഡബിൾ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് ആയിട്ട് മാറി. ഡബിൾ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഡബിൾ ദ എമൗണ്ട് ഓഫ് എനർജി ഈസ് നീഡഡ്. അങ്ങനെ ഒറ്റയടിക്ക് ഡബിൾ എനർജി ഒന്നും ഹൈഡ്രജന് കൊടുക്കാനോ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനോ കഴിയില്ല. അപ്പോൾ അതും പോസിബിൾ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്താണ് ഇവർ വേറൊരു മൂന്നാമതൊരു ഓപ്ഷൻ ട്രൈ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ.
ഓക്കെ, അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോൺ അവരുടെ ഔട്ടർ ഷെല്ലിലുണ്ട്. ഈ ഹൈഡ്രജൻ വിൽ കമ്പൈൻ വിത്ത് നദർ ഹൈഡ്രജൻ മോളിക്യൂൾ ടു ഫോം H2 മോളിക്യൂൾ. ഈ ഹൈഡ്രജൻ വേറൊരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് H2 എന്ന് പറയുന്ന ഒരു മോളിക്യൂളായിട്ട് മാറും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഹൈഡ്രജന് 1 ഇലക്ട്രോൺസ് ഉണ്ടാകും അവരുടെ വാലൻസ് ഷെല്ലിൽ. സെക്കൻഡ് ഹൈഡ്രജനും 1 ഇലക്ട്രോൺ ഉണ്ട് വാലൻസ് ഷെല്ലിൽ. അപ്പോൾ ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഈച്ച് ഹൈഡ്രജൻ വിൽ ഷെയർ ദെയർ ഇലക്ട്രോൺ വിത്ത് ദി അതർ വൺ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഹൈഡ്രജൻ അവരുടെ 1 ഇലക്ട്രോണ് സെക്കൻഡ് ഹൈഡ്രജനേറ്റ് ഷെയർ ചെയ്യും. അതുപോലെ നമ്മുടെ സെക്കൻഡ് ഹൈഡ്രജൻ ഇവരുടെ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ ഫസ്റ്റ് ഹൈഡ്രജനേറ്റ് ഷെയർ ചെയ്യും. ഇതുപോലെ പരസ്പരം ഷെയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഹൈഡ്രജനും സെക്കൻഡ് ഹൈഡ്രജനും അവരുടെ ഔട്ടർ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് വീതം കിട്ടും. 1 ഫ്രം ദി ഫസ്റ്റ് ഹൈഡ്രജൻ ആൻഡ് 1 ഫ്രം ദി സെക്കൻഡ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഹൈഡ്രജന് അവരുടെ ഔട്ടർ ഷെല്ലിൽ 2 ഇലക്ട്രോൺസിനെ കിട്ടും. 1 ഫ്രം ദ ഫസ്റ്റ് വൺ ആൻഡ് 1 ഫ്രം ദ സെക്കൻഡ് വൺ. അതുപോലെ തന്നെ സെക്കൻഡ് ഹൈഡ്രജനും അവരുടെ ഔട്ടർ ഷെല്ലിൽ 2 ഇലക്ട്രോൺസിനെ കിട്ടും. 1 ഫ്രം ദ ഫസ്റ്റ് വൺ ആൻഡ് 1 ഫ്രം ദ സെക്കൻഡ് വൺ. ഇങ്ങനെ പരസ്പരം ഷെയർ ചെയ്ത് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാതെ പരസ്പരം ഷെയർ ചെയ്ത് അവർ ഈ 2 ഇലക്ട്രോൺസിനും യൂസ് ചെയ്യും. അങ്ങനെ 2 ഹൈഡ്രജനും അവരുടെ ഔട്ടർ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഈച്ച് വന്നിട്ട് ഇവർ 2 പേരും സ്റ്റേബിൾ ആയിട്ട് മാറും. അങ്ങനെയാണ് ഈ ഹൈഡ്രജൻ H2 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഈ 2 ഹൈഡ്രജനും ഒറ്റയ്ക്ക് സ്റ്റേബിൾ ആവില്ല. അവർ എപ്പോഴാണ് സ്റ്റേബിൾ ആവുന്നത്? ഇവർ 2 പേരും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്താണ് സ്റ്റേബിൾ ആവുന്നത്. നമ്മൾ പറഞ്ഞു എല്ലാ കെമിക്കൽ റിയാക്ഷനും എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത്? ഈ ഒരു സ്റ്റെബിലിറ്റി വരാൻ വേണ്ടിയിട്ടാണ്. ഈ അയോണിക് കോമ്പൗണ്ട്സ് ആണെങ്കിലും മെറ്റൽസിൻ്റെ കേസ് ആണെങ്കിലും നോൺ മെറ്റൽസിൻ്റെ കേസ് ആണെങ്കിലും ഇതുപോലെയുള്ള കേസ് ആണെങ്കിൽ കൂടി ഈ റിയാക്ഷൻ അവർ തമ്മിൽ റിയാക്ട് ചെയ്യുന്നത് ഈ സ്റ്റേബിൾ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഔട്ടർ ഷെല്ല് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പം ഈ കേസിൽ ഈ ഹൈഡ്രജൻ ആറ്റംസ് അവരുടെ ഇലക്ട്രോൺസ് പരസ്പരം ഷെയർ ചെയ്യുന്നതിലൂടെ അവർ 2 പേരും സ്റ്റേബിൾ ആയിട്ട് മാറും. ഈ ബോണ്ട്സിനെയാണ് നമ്മൾ കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ലൂസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ദേ ആർ ഷെയറിങ് ദെയർ ഇലക്ട്രോൺസ്. ഇപ്പോൾ നമ്മൾ ഈ കേസിൽ എടുത്തുകയാണെങ്കിൽ നോക്കൂ, 2 ഇലക്ട്രോൺസ് ആണ് ഇവർ ഷെയർ ചെയ്യുന്നത്. 1 ഫ്രം ദ ഫസ്റ്റ് വൺ ആൻഡ് 1 ഫ്രം ദ സെക്കൻഡ് ഹൈഡ്രജൻ. അങ്ങനെ 2 ഇലക്ട്രോൺസ് ആണ് ഇവർ ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ 2 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംഗിൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. വി ആർ റെപ്രസെൻറ്റിംഗ് ദിസ് ബോണ്ട് യൂസിങ് ദിസ് സിമ്പിൾ. ഓക്കെ, ഇതുപോലെയുള്ള ഒരു സിംഗിൾ ലൈൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബോണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സിംഗിൾ ലൈൻ ഇൻഡിക്കേറ്റ്സ് 2 ഇലക്ട്രോൺസ് ആർ ഷെയർഡ്. Now let's see the case of oxygen molecule. ഓക്സിജന്റെ ഔട്ടർ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 6 ആണ്. അവരുടെ അറ്റോമിക് നമ്പർ ഈസ് 8. സോ their ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 2 6. സോ അവരുടെ ഔട്ടർ ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. ദാറ്റ് വി നോ. എല്ലാ കേസിൽ ഈ ഓക്സിജൻ വേറെയുള്ള ഓക്സിജൻ മോളിക്യൂളിനായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓക്സിജൻ കാർബണിനായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസിന് പകരം ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ് സംഭവിക്കുന്നത്. അപ്പം ഈ ഓക്സിജൻ വേറൊരു ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഈ ഓക്സിജൻ്റെ ഔട്ടർ ഷെൽ, നമ്മുടെ ഫസ്റ്റ് ഓക്സിജൻ്റെ ഔട്ടർ ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അവർക്ക് 2 more ഇലക്ട്രോൺസ് കൂടി കിട്ടുകയാണെങ്കിൽ അവർ സ്റ്റേബിൾ ആണ് അല്ലേ. ഈ സെക്കൻഡ് ഓക്സിജനും അതുപോലെ തന്നെ. അപ്പോൾ ഈ ഫസ്റ്റ് ഓക്സിജൻ അവരുടെ ഔട്ടർ ഷെല്ലിലുള്ള 2 ഇലക്ട്രോൺസിനെ സെക്കൻഡ് ഓക്സിജനായിട്ട് ഷെയർ ചെയ്യും. ഈ സെക്കൻഡ് ഓക്സിജനും അതുപോലെ അവരുടെ ഔട്ടർ ഷെല്ലിലുള്ള 2 ഇലക്ട്രോൺസിനെ ഫസ്റ്റ് ഓക്സിജനായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഈ ഷെയർ ചെയ്യുന്ന സമയത്ത് ഷെയർ ചെയ്യുന്ന ഓക്സിജന് ആ ഇലക്ട്രോൺസിന് നഷ്ടപ്പെടുന്നൊന്നുമില്ല. അത് അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. ദേ ആർ ജസ്റ്റ് യൂസിങ് ഇറ്റ് ടുഗെദർ. ഓക്കെ, സോ ആ സമയത്ത് നമ്മുടെ ഫസ്റ്റ് ഓക്സിജൻ്റെ കേസ് എടുത്ത് നോക്കിക്കുകയാണെങ്കിൽ ഓൾറെഡി 6 ഇലക്ട്രോൺസ് അവർക്കുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഓക്സിജൻ 2 ഇലക്ട്രോൺസ് ഷെയർ ചെയ്തത് കൊണ്ട് തന്നെ ഈ 6 + 2 8 ആയിട്ട് മാറി. ഇനി സെക്കൻഡ് ഓക്സിജൻ്റെ കേസ് എടുത്ത് നോക്കിയാലോ, അവർക്ക് ഓൾറെഡി 6 ഇലക്ട്രോൺസ് അവരുടെ ഔട്ടർ ഷെല്ലിലുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഓക്സിജൻ അവരുടെ 2 ഇലക്ട്രോൺസ് ഇവരായിട്ട് ഷെയർ ചെയ്ത സമയത്ത് 6 + 2 becomes 8. അങ്ങനെ ബോത്ത് ഓക്സിജനും അവരുടെ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വീതം കിട്ടിയിട്ട് 2 പേരും സ്റ്റേബിൾ ആയിട്ട് മാറും. ഈ കേസിൽ നോക്കൂ, ഇതും ഒരു കോവാലന്റ് ബോണ്ട് തന്നെയാണ്. ഇലക്ട്രോൺസിനെ അവർ ലൂസ് ചെയ്യുന്നില്ല, ഗെയിൻ ചെയ്യുന്നില്ല. ദേ ആർ ഷെയറിങ് ദെയർ ഇലക്ട്രോൺസ്. ഇവിടെ ചാർജസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ലോസിങ് ഓർ ഗെയിനിങ് ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഉണ്ടാവുള്ളൂ. ഇവിടെ ചാർജസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇതും ഒരു കോവാലന്റ് ബോണ്ടാണ്. ബട്ട് ഇവിടെ
4 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ്റെ കേസിൽ 2 ഇലക്ട്രോൺസ് ആയിരുന്നു ഷെയർ ചെയ്തിരുന്നത്, ഇവിടെ 4 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നത് 2 ലൈൻസ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു ഈച്ച് ലൈൻ ഇൻഡിക്കേറ്റ്സ് ഷെയറിംഗ് ഓഫ് 2 ഇലക്ട്രോൺ. അങ്ങനെ 4 ഇലക്ട്രോൺസിൻ്റെ ഷെയറിംഗ് ആയതുകൊണ്ട് തന്നെ 2 ലൈൻസ് ഉണ്ടാകും. അപ്പം ഈ ടൈപ്പ് ഓഫ് ഓക്സിജൻ തമ്മിലുള്ള ബോണ്ടിനെയാണ് നമ്മൾ ഡബിൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയും. ഡബിൾ കോവാലന്റ് ബോണ്ട്, ദാറ്റ് മീൻസ് 2 lines are there, 4 electrons are shared with each other. ഇനി നമ്മൾ നമ്മുടെ വാട്ടർ മോളിക്യൂളിൽ എങ്ങനെയാണ് കോവാലന്റ് ബോണ്ടിങ് നടക്കുന്നതെന്ന് നോക്കാം. വാട്ടറിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ എന്താണ്? H2O ആണ്. എന്ന് വെച്ചാൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ വാട്ടർ മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ്റെ ഔട്ടർ ഷെല്ലിൽ ഓൾറെഡി 1 ഇലക്ട്രോൺ ആണുള്ളത്, ഓക്സിജൻ്റെ ഔട്ടർ ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണുള്ളത്. ഹൈഡ്രജന് 1 മോർ കിട്ടിയാൽ സ്റ്റേബിൾ ആകും, ഓക്സിജന് 2 മോർ കിട്ടിയാലേ സ്റ്റേബിൾ ആവുള്ളൂ. അപ്പം ഈ ഫസ്റ്റ് ഹൈഡ്രജൻ ഓക്സിജൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവരുടെ ഔട്ടർ ഷെല്ലിലുള്ള 1 ഇലക്ട്രോണിനെ ഈ ഓക്സിജനേറ്റ് ഷെയർ ചെയ്യും. ഈ ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ ഓക്സിജൻ അവരുടെ ഔട്ടർ ഷെല്ലിലുള്ള 1 ഇലക്ട്രോണിനെ ഈ ഹൈഡ്രജനേറ്റ് ഷെയർ ചെയ്യും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹൈഡ്രജനിൽ ഇപ്പം ഓൾറെഡി 1 ഇലക്ട്രോൺ അവരുടെ ഔട്ടർ ഷെല്ലിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്സിജൻ അവരുടെ 1 ഇലക്ട്രോൺ ഈ ഹൈഡ്രജനേറ്റ് ഷെയർ ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൈഡ്രജനിൽ ഓൾറെഡി ഉള്ള 1 ഇലക്ട്രോണും ഓക്സിജന് ഷെയർ ചെയ്ത 1 ഇലക്ട്രോണും കൂടിയിട്ട് 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. 2 ഇലക്ട്രോൺസ് കിട്ടിയാൽ നമ്മുടെ ഹൈഡ്രജൻ സ്റ്റേബിൾ ആണ് അല്ലേ. സോ ഫസ്റ്റ് ഹൈഡ്രജൻ ഗോട്ട് സ്റ്റേബിൾ. ഇനി ഓക്സിജൻ്റെ കേസ് നോക്കൂ, ഓൾറെഡി 6 ഇലക്ട്രോൺസ് അവരുടെ ഔട്ടർ ഷെല്ലിലുണ്ട്. ബട്ട് ഇപ്പം ഫസ്റ്റ് ഹൈഡ്രജൻ വന്നിട്ട് അവരുടെ 1 ഇലക്ട്രോൺ ഓക്സിജനേറ്റ് ഷെയർ ചെയ്തു. സോ 6 + 1 7 ഇലക്ട്രോൺ ഇപ്പം നമ്മുടെ ഓക്സിജനിലുണ്ട്. ബട്ട് സ്റ്റിൽ ദേ ആർ നോട്ട് സ്റ്റേബിൾ. 7 കിട്ടിയാൽ സ്റ്റേബിൾ ആവില്ല. ഇൻ ഓർഡർ ടു ഗെറ്റ് സ്റ്റേബിൾ ദേ ഷുഡ് ഹാവ് 8 ഇലക്ട്രോൺ ഇൻ ദെയർ ഔട്ടർ ഷെൽ. അപ്പോൾ ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ 1 മോർ ഹൈഡ്രജൻ്റെ അവരുടെ അടുത്തേക്ക് വിളിക്കും. ഈ ഹൈഡ്രജനും ഫസ്റ്റത്തെ കേസ് പോലെ തന്നെ 1 ഇലക്ട്രോൺ ആണ് ഔട്ടർ ഷെല്ലിലുള്ളത്. 1 മോർ കിട്ടിയാലേ സ്റ്റേബിൾ ആവുള്ളൂ. സോ ഈ ഓക്സിജൻ അവരുടെ 1 ഇലക്ട്രോൺ ഈ സെക്കൻഡ് ഹൈഡ്രജനേറ്റ് ഷെയർ ചെയ്യും. സെക്കൻഡ് ഹൈഡ്രജനും ഇതുപോലെ അവരുടെ 1 ഇലക്ട്രോൺ ഓക്സിജനേറ്റ് ഷെയർ ചെയ്യും. അപ്പം ഈ സെക്കൻഡ് ഹൈഡ്രജന് ഈ ഹൈഡ്രജനിലുള്ള 1 ഇലക്ട്രോണും ഓക്സിജന് ഷെയർ ആയിട്ട് കിട്ടിയ 1 ഇലക്ട്രോണും കൂടിയിട്ട് 2 ഇലക്ട്രോൺസ് ഔട്ടർ ഷെല്ലിൽ കിട്ടിക്കാണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും. നമ്മുടെ ഓക്സിജനോ ഓൾറെഡി 6 ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹൈഡ്രജന് 1 കിട്ടി 7 ആയി. ഇപ്പം സെക്കൻഡ് ഹൈഡ്രജനും 1 ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ട് 8 ആയിട്ട് മാറി. അപ്പോൾ ഇപ്പോൾ ഓക്സിജൻ്റെ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. They got 2 shared from the hydrogen atoms. ഓക്കെ, സോ അങ്ങനെ 8 ഇലക്ട്രോൺസ് ആയിട്ട് മാറി ഔട്ടർ ഷെല്ലിൽ. അപ്പോൾ ഓക്സിജൻ ആറ്റവും സ്റ്റേബിൾ ആയിട്ട് മാറി. ഇപ്പം 2 ഹൈഡ്രജൻ ആറ്റവും സ്റ്റേബിളാണ്, ഓക്സിജൻ ആറ്റവും സ്റ്റേബിളാണ്. ഇതുപോലെയുള്ള ബോണ്ടിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ H2O മോളിക്യൂൾ ഉണ്ടാവുന്നത്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും. 1 ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ഷെയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഷെയറിംഗ് ഓഫ് 2 ഇലക്ട്രോൺസ്. 2 ഇലക്ട്രോൺസിൻ്റെ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് ബോണ്ടാണ്? ഇറ്റ് ഈസ് സിംഗിൾ കോവലന്റ് ബോണ്ട് റെപ്രസെൻറ്റഡ് യൂസിങ് എ സിംഗിൾ ലൈൻ. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ബോണ്ടിങ്, അതും ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ടാണ്. ദർ ഇസ് ഓൾസോ ദ ഷെയറിംഗ് ഓഫ് 2 ഇലക്ട്രോൺസ്. ഓക്കെ, ഈ ഹൈഡ്രജനും തമ്മിൽ ഒരു ടൈപ്പുള്ള ബോണ്ടിങ്ങും അവിടെ നടക്കുന്നില്ല. ഓക്കെ, ഹൈഡ്രജനും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നില്ല, അവർ തമ്മിൽ അവിടെ ഒരു ബന്ധവുമില്ല. ദേ ആർ ഓൺലി കമ്പൈനിങ് വിത്ത് ഓക്സിജൻ. ഇതിനെയാണ് നമ്മൾ H2O മോളിക്യൂളിലുള്ള ബോണ്ടിങ്. ഇതുപോലുള്ള ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ പോലെയുള്ള ആറ്റംസിനെയാണ് നമ്മൾ ഡൈ അറ്റോമിക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കെമിക്കൽ റിയാക്ഷനിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു റിയാക്ഷനിൽ റിയാക്റ്റൻസിലാണെങ്കിലും പ്രോഡക്ട്സിലാണെങ്കിലും ഹൈഡ്രജൻ വരികയാണെങ്കിൽ അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് H2 ആണ്. H എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിമ്പിൾ കൊടുക്കില്ല ഇഫ് ഇറ്റ്സ് അലോൺ. ഓക്കെ, നോട്ട് കമ്പൈൻഡ് വിത്ത് എനി അതർ ആറ്റം. അതുപോലെ തന്നെ ഓക്സിജൻ എന്ന് പറയുന്നത് O2 ആണ്, ക്ലോറിൻ എന്ന് പറയുന്നത് Cl2 ആണ്, നൈട്രജൻ എന്ന് പറയുന്നത് N2 ആണ്. അതിനെയാണ് നമ്മൾ ഡൈ അറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഡൈ ഇൻഡിക്കേറ്റ്സ് 2. ഇനി നമുക്ക് നൈട്രജൻ്റെ കേസ് നോക്കാം. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. എന്ന് വെച്ചാൽ അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 5 ആയിട്ട് മാറും. ലാസ്റ്റ് ഷെല്ല് L ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഓക്കെ, സോ 5 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് 3 മോർ ഇലക്ട്രോൺസ് കൂടി കിട്ടിക്കുകയാണെങ്കിൽ അവർ സ്റ്റേബിൾ ആവുള്ളൂ. അപ്പം ഈ നൈട്രജൻ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് 2 നൈട്രജൻ ആറ്റംസ് ടുഗെദർ വന്നാൽ അവർ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഈ 3 ഇലക്ട്രോൺസിനെ അവർ ഷെയർ ചെയ്യും.
എന്ന് വെച്ചാൽ ഫസ്റ്റ് നൈട്രജൻ്റെ ഔട്ടർ ഷെല്ലിലുള്ള 5 ഇലക്ട്രോൺസിൽ നിന്ന് 3 ഇലക്ട്രോൺസിനെ സെക്കൻഡ് നൈട്രജനേറ്റ് ഷെയർ ചെയ്യും. ഇതുപോലെ സെക്കൻഡ് നൈട്രജൻ അവരുടെ ഔട്ടർ ഷെല്ലിലുള്ള 5 ഇലക്ട്രോൺസിൽ നിന്ന് 3 ഇലക്ട്രോൺ ഫസ്റ്റ് നൈട്രജനേറ്റ് ഷെയർ ചെയ്യും. അങ്ങനെ ഓരോരുത്തരിൽ നിന്നും 3 ഇലക്ട്രോൺസ് വീതം 6 ഇലക്ട്രോൺ ടോട്ടലി ഇവർ പരസ്പരം ഷെയർ ചെയ്യും. ഇങ്ങനെ ഷെയർ ചെയ്ത് ട്രിപ്പിൾ ബോണ്ട്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഈ ട്രിപ്പിൾ ബോണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 3 ലൈൻസിലൂടെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ട്രിപ്പിൾ ബോണ്ട്സ് മീൻസ് 6 ഇലക്ട്രോൺസ് ആർ ഷെയർഡ്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇലക്ട്രോണിൽ ഓൾറെഡി ഉള്ള 5 ഇലക്ട്രോണും അടുത്ത നൈട്രജൻ ഷെയർ ചെയ്ത് 3 ഇലക്ട്രോണും കൂട്ടിയിട്ട് 8 ഇലക്ട്രോൺ ആവും ഔട്ടർ ഷെല്ലിൽ. അതുപോലെ തന്നെ സെക്കൻഡ് നൈട്രജൻ്റെ കേസിലും ഔട്ടർ ഷെല്ലിലുള്ള 5 ഇലക്ട്രോൺ പ്ലസ് ഫസ്റ്റ് നൈട്രജൻ ഷെയർ ചെയ്ത 3 ഇലക്ട്രോൺസ് കൂടിയിട്ട് മൊത്തത്തിൽ 8 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അങ്ങനെ 2 നൈട്രജൻ ആറ്റവും സ്റ്റേബിൾ ആയിട്ട് മാറും. ദേ ഫോംസ് N2. ഓക്കെ, നൈട്രജൻ മോളിക്യൂൾ N2. ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് ആണ് N2ൽ ഉള്ളത്. ഇനി ലെറ്റ്സ് സീ ദി കേസ് ഓഫ് അമോണിയ. ഈ അമോണിയയുടെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് NH3 ആണ്. എന്ന് വെച്ചാൽ 1 നൈട്രജനും 3 ഹൈഡ്രജൻ ആറ്റംസും ആണ് ഇവരിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ്റെ കേസിൽ നമുക്കറിയാം 1 ആണ് അവരുടെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. നൈട്രജൻ്റെ കേസിൽ 5 ആണ് അവരുടെ വാലൻസ് ഇലക്ട്രോൺ. അപ്പം ഹൈഡ്രജന് 1 മോർ ഇലക്ട്രോൺ കിട്ടിക്കാണെങ്കിൽ അവർ സ്റ്റേബിൾ ആകും. നൈട്രജൻ ആവട്ടെ 3 മോർ ഇലക്ട്രോൺസ് കിട്ടിയാലേ അവർ സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ സിംപ്ലി കോവാലന്റ് ബോണ്ടിങ്ങിൻ്റെ വർക്കിങ്ങിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണോ അവർക്ക് ഇനി കൂടുതൽ വേണ്ടത് അത്ര തന്നെ നമ്പർ ഓഫ് ബോണ്ടിങ്സ് അവരുണ്ടാക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 3 മോർ ഇലക്ട്രോൺസ് ആണ് അവർക്ക് വേണ്ടിയതെങ്കിൽ അവർ അവരുടെ ഔട്ടർ ഷെല്ലിലുള്ള 3 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. 3 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്ന സമയത്ത് വേറെ ഉള്ളവർ വന്നുകൊണ്ട് അവർക്ക് 3 ഇലക്ട്രോൺസിനായിട്ട് ഷെയർ ചെയ്യും അല്ലേ. അങ്ങനെ ഈ 2 ഇലക്ട്രോൺസിനെയാണ് ഒരു ആറ്റത്തിന് വേണ്ടതെങ്കിൽ അവരുടെ ഔട്ടർ ഷെല്ലിലുള്ള ഏതെങ്കിലും 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. നൈട്രജനിൽ ഓൾറെഡി ഉള്ള 5 ഇലക്ട്രോണും ഈ 3 ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്നും കൂടി കിട്ടിയ 3 ഇലക്ട്രോൺസും ഷെയർ ചെയ്ത് കിട്ടിയ 3 ഇലക്ട്രോണും കൂട്ടിയിട്ട് 8 ഇലക്ട്രോൺ ആയിട്ട് നൈട്രജൻ സ്റ്റേബിൾ ആകും. എന്ന് വെച്ചാൽ അമോണിയ മോളിക്യൂളിൽ NH3 മോളിക്യൂളിൽ നൈട്രജൻ അവരുടെ ഓരോ ഇലക്ട്രോണും 3 ഹൈഡ്രജൻ ആറ്റത്തിനേറ്റ് ഷെയർ ചെയ്യും. ഓക്കെ, ഈ ഹൈഡ്രജൻ അവരുടെ ഓരോ ഇലക്ട്രോണും നൈട്രജൻ ആറ്റത്തിനേറ്റ് ഷെയർ ചെയ്യും. ഇങ്ങനെ പരസ്പരം ഷെയർ ചെയ്തിട്ട് 3 ഹൈഡ്രജനും 2 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിൽ കിട്ടിക്കാണ്ട് സ്റ്റേബിൾ ആകും. ഒരു നൈട്രജൻ ഉള്ളത് 8 ഇലക്ട്രോൺ വാലൻസ് ഷെല്ലിൽ കിട്ടിയിട്ട് അവരും സ്റ്റേബിൾ ആകും. ഇതാണ് NH3 മോളിക്യൂൾ എന്ന് പറയുന്നത്, നമ്മുടെ അമോണിയ. ഇനി നമ്മൾ കാർബൺ കോമ്പൗണ്ട്സ് എടുക്കാം. ഒരു കാർബൺ കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് നമ്മുടെ മീഥെയിൻ എന്ന് പറയുന്നത്. മീഥെയിൻ്റെ ഫോർമുല ഈ CH4. ഈ പെട്രോളിയം അതുപോലെയുള്ള കെറോസിൻ പോലെയുള്ള പ്രോഡക്ട്സ് ഒക്കെ ഈ ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രോ കാർബണിന്റെ ഡെറിവേറ്റീവ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ. ഓക്കെ, അപ്പം ഈ മീഥെയിൻ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോ കാർബൺ ആണ്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് CH4. കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4 ആണ്. ഹൈഡ്രജന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺ 4 ആവുന്ന സമയത്ത് 4 മോർ ഇലക്ട്രോൺസും കൂടി കിട്ടിക്കാണെങ്കിൽ അവർ സ്റ്റേബിൾ ആവുള്ളൂ അല്ലേ. അപ്പം ഈ കേസിൽ കാർബൺ എന്ത് ചെയ്യും? 4 മോർ ഇലക്ട്രോൺസ് വേണം. ഹൈഡ്രജൻ ആണെങ്കിൽ ഒരു ഹൈഡ്രജന് 1 ഇലക്ട്രോൺസേ ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം 4 ഇലക്ട്രോൺ വേണമെങ്കിൽ കാർബൺ 4 ഹൈഡ്രജനെ അവരുടെ അടുത്തേക്ക് ഡ്രൈവ് ചെയ്യിക്കും. ഓക്കെ, സോ ഈ ഓരോ ഹൈഡ്രജനും ഈ 4 ഹൈഡ്രജനിലുള്ളതിൽ ഓരോ ഹൈഡ്രജനും അവരുടെ ഓരോ ഇലക്ട്രോൺ വീതം കാർബണിനായിട്ട് ഷെയർ ചെയ്തിട്ട് കാർബണിന് ടോട്ടലി 8 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഇപ്പം ഈ ഹൈഡ്രജന്റെ കേസിൽ എടുത്തുകയാണെങ്കിലോ ഈ കാർബൺ അവരുടെ 4 ഇലക്ട്രോൺ കാർബണിനുള്ള 4 ഇലക്ട്രോണിൽ 1 ഇലക്ട്രോൺ ഓരോ ഹൈഡ്രജനായിട്ടും ഷെയർ ചെയ്യും. അപ്പൊ നോക്കുകയാണെങ്കിൽ ഓരോ ഹൈഡ്രജനും 2 ഇലക്ട്രോൺസ് കിട്ടിയിട്ട് അവരും സ്റ്റേബിൾ ആയിട്ട് മാറും. ഇതാണ് ഈ CH4ലുള്ളത്. അപ്പൊ CH4ൽ എന്ത് ടൈപ്പ് കോവാലന്റ് ബോണ്ടിങ് ആണ്? ഇറ്റ്സ് എ സിംഗിൾ കോവാലന്റ് ബോണ്ടിങ് ബിക്കോസ് 2 ഇലക്ട്രോൺസ് ആർ ഷെയർഡ് അമംഗ് CH. ഓക്കെ, ഒരു CHന്റെ ഇടയിൽ 2 ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ സിംഗിൾ കോവാലന്റ് ബോണ്ട് ആണ്. ഈ അമോണിയയുടെ കേസിലും സിംഗിൾ കോവാലന്റ് ബോണ്ട് ആണുള്ളത് ബിക്കോസ് ഈ Nഉം നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ ഷെയർ ചെയ്യുന്നത് 2 ഇലക്ട്രോൺസ് മാത്രമാണ്. ഒരു ഹൈഡ്രജനും ഒരു നൈട്രജനും തമ്മിൽ ഷെയർ ചെയ്യുന്നത്
2 ഇലക്ട്രോൺസ് ആണ്. സോ ദിറ്റ് ഈസ് സിംഗിൾ കോവാലന്റ് ബോണ്ടിങ്. അപ്പം ഇതുപോലെ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസിലൂടെ വരുന്ന ബോൺസിനെയാണ് നമ്മൾ കോവാലന്റ് ബോൺസ് എന്ന് പറയുന്നത്. ഇനി കോവാലന്റ് ബോൺസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിന്റെ ഉള്ളിലുള്ള ഇപ്പം CH4 മീത്തേൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു മോളിക്യൂളിന്റെ ഉള്ളിലുള്ള ഈ ബോണ്ട് ഓഫ് അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വെരി സ്ട്രോങ് ആണ്. ബട്ട് ഇന്റർ മോളിക്യുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വീക്ക്. എന്ന് വെച്ചാൽ ഒരു CH4 ഒരു മീത്തേൻ മോളിക്യൂളും വേറൊരു മീത്തേനും തമ്മിലുള്ള ബോണ്ട് CH4 ബോണ്ട്, അങ്ങനെയുള്ള ബോണ്ട് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വെരി വീക്ക് ആയിരിക്കും. ഓക്കെ, സോ ഒരു മോളിക്യൂളിന്റെ വിത്തിൻ മോളിക്യൂളിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആണെങ്കിൽ കൂടി ഇന്റർ മോളിക്യുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വീക്ക്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതുപോലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് ലോ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഈസി ആയിട്ട് അവർക്ക് അവരുടെ സ്റ്റേറ്റ്, അവരുടെ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡും ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസസ് ഒക്കെ ആയിട്ട് മാറാൻ കഴിയും. കാരണം ദേ ആർ ഹാവിങ് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ്. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലോ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഇവരെന്ന് പറയുന്നത് poor conductor of electricity ആണ്. They cannot conduct electricity well. അപ്പം നമ്മുടെ കാർബൺ എന്ന് പറയുന്നത് അവരുടെ ഷെയറിങ്ങില്, അവരുടെ ബോണ്ടിങ്ങില് കോവാലന്റ് ബോണ്ട് കാണിക്കുന്ന ഒരു എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കോവാലന്റ് ബോണ്ടിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്കും നമ്മുടെ കാർബൺ കാണിക്കുന്നുണ്ട്. Carbon is having a weak intermolecular force of attraction. Carbon is having low melting and boiling point. Carbon is a poor conductor of electricity. Like that, ഈ പറയുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഈ കാർബണും ഈ കോവാലന്റ് ബോണ്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ കാണിക്കുന്നുണ്ട്. ബട്ട് കാർബണിന്റെ കേസിലും കുറച്ച് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. കാർബൺസിന്റെ ആലട്രോപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഗ്രാഫൈറ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ട്. ദാറ്റ് വി വിൽ ഡിസ്കസ് സം അതർ ടൈം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോർഷൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.